എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1877-ാം ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ്സുമായി എത്തുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. സാറിന്റെ ഇന്നത്തെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുറുപ്പ് സാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. എന്നാലും അദ്ദേഹം ഒരുപാട് ഡിഗ്രികളൊക്കെ കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹം MD ഹോമിയോപ്പതി, MSc യോഗ, MSc സൈക്കോളജി, ഈ നിലയിലെല്ലാം അദ്ദേഹം ഈ ഡിഗ്രികളെല്ലാം കരസ്ഥമാക്കിയിട്ടുള്ള ഡോക്ടറാണ്. കൂടാതെ നമ്മുടെ കോട്ടയം സെൻട്രൽ റിസർച്ച് സെന്ററിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി വിരമിച്ച വ്യക്തി കൂടിയാണ്. അദ്ദേഹമാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത്. സാർ ഇന്ന് ക്ലാസ് എടുക്കുന്ന വിഷയം ഉത്കണ്ഠയും ഹോമിയോപ്പതിയും എന്നുള്ളതാണ്, അഥവാ ആങ്സൈറ്റിയും ഹോമിയോപ്പതി. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുവാനാണ് സാർ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ശ്രീധരക്കുറുപ്പ് സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് ക്ഷണിക്കുകയാണ്. സാറെ, ക്ലാസ് തുടങ്ങാൻ. ഞാൻ സാറിനെ ഇപ്പൊ തന്നെ കോ-ഹോസ്റ്റ് ആക്കാം. ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ഇല്ല. സാറിന് കോ-ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സാറിന് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. കണ്ടു. എല്ലാവർക്കും ഒറ്റ വാക്കില് IFPHന്റെ ഭാരവാഹികളും കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ മോഡറേറ്റേഴ്സും എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആത്മാർത്ഥമായി, ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാം. കാരണം ഒരു വലിയ ചാപ്റ്ററാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ആൻസൈറ്റി എന്ന് പറഞ്ഞ ഒരു ചെറിയ ചാപ്റ്റർ നേരത്തെ ഇംഗ്ലീഷിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴത്തേക്കും കൂടുതൽ ആശയങ്ങളും കൂടുതൽ ഐഡിയകളുമാണ്. അതുകൊണ്ട് എത്രമാത്രം തീരുമെന്നറിയത്തില്ല. തീർന്നില്ലെങ്കിൽ അത് പതിയെ കഴിയുന്നതും പതിയെ പോകാൻ നോക്കാം. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ പറഞ്ഞോണം ഡോക്ടർ ഷൈല. തീർച്ചയായിട്ടും സ്പീഡ് കൂടിയങ്ങ് ബെല്ലടിക്കാം. അല്ലേ കുറെ കഴിയുമ്പോ അങ്ങ് ഒരു സ്പീഡായി പോകും ചിലപ്പോ. ശരി. അന്നേരം ആദ്യം ഈ പ്രാവശ്യം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. എല്ലാ പ്രാവശ്യവും ആദ്യ കേസ് പറയുന്നത്. ഈ പ്രാവശ്യം ആദ്യം ഒരു കേസ് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് മൈ എക്സ്പീരിയൻസ് വിത്ത് ഹോമിയോപ്പതി എന്നുള്ളതാണ്. അതിനൊരു 55 കേസുണ്ട്. അതിലൊരു കേസ് 25ാമത്തെ കേസ് ആണ് ഞാൻ പറയുന്നത്. ഒരു 35 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ആൻസൈറ്റി വിത്ത് ഫിയർ, ഇതുകൊണ്ട് മരിച്ചു പോകുന്നുള്ള ആൻസൈറ്റി. അത് വന്നത് ഒരു ക്ലോസ് റിലേറ്റീവ്സിൻ്റെ ശവദാഹം കണ്ടു. നമ്മൾ അടക്കാണല്ലോ, ബന്ധുക്കളാണെങ്കിൽ കത്തിക്കുകയാണല്ലോ ചെയ്യുന്നത്. അത് കണ്ടതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെയാണ് പുള്ളിക്കാരത്തേക്ക് സിംറ്റംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കൂടിക്കൂടി വന്നു. ഉടനെ തന്നെ ഒരു ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ചത്തുപോകുന്നുള്ള പേടിയായിരുന്നു. ആൻസൈറ്റിയോട് കൂടി പേടി. പുള്ളിക്കാരത്തി വലിയ താമസിക്കാതെ തന്നെ മരിച്ചു പോകുന്നുള്ള, ഇങ്ങനെ ടൈം പീസ് നോക്കി പറയും ഇത്രാമത്തെ ദിവസം ഇത്ര സമയത്ത് മരിക്കുമെന്ന് പറയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അസ്വസ്ഥതകളും ടെൻഷനും, അത് പ്രത്യേകിച്ച് കൂടുതൽ രാത്രിയിലാണ്. പിന്നെ ദാഹം, കൂടുതൽ വെള്ളം, തണുത്ത വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. വെളിയിലിരുന്ന് കഴിഞ്ഞ് കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ നല്ല സുഖം തോന്നി. പിന്നെ ഇരുട്ടിക്കഴിഞ്ഞാൽ രാത്രിയിൽ ഭൂതപ്രേതാദികളെ എല്ലാം പേടി. അതുപോലെ തന്നെ ഈ സ്ട്രീറ്റിലൊക്കെ ക്രോസ് ചെയ്യാനുള്ള പാട്. അതിപ്പോൾ ഒരുപാട് കേസുകൾ ഞാൻ ഈ ക്രോസിങ് ദി സ്ട്രീറ്റ് ഈ അക്കണൈറ്റ് കൊണ്ട് ചികിത്സിച്ച് കുറവാക്കിയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് എപ്പോഴേലും ഇത് തീർന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം.
അത് എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് പറയും ഞാൻ വലിയ ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ഹോമിയോപ്പതി ഡോക്ടർ തന്നെയാണ്. 92 വയസ്സുണ്ട്. പുള്ളി ഹോമിയോപ്പതി പഠിക്കാൻ വന്നത് തന്നെ 40ാമത്തെ വയസ്സിലാണ്. 40 വയസ്സിനോട് അടുത്താ വന്നത്. പുള്ളി ഞങ്ങളെല്ലാം കൂടെ കൂട്ടുകാരെല്ലാം കൂടെ ഒരു ദിവസം പുള്ളിയെ കാണാൻ പോയി. ഞാൻ നാട്ടിൽ വന്ന സമയത്താണ്. ഞങ്ങളെല്ലാം കൂടെ അവിടെ ചെന്ന് പുള്ളിക്ക് സുഖമില്ലെന്നറിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമ്മള് എല്ലാവരും കൂടെ കൂടി പുള്ളിയെ കാണാൻ അവിടെ ചെന്നു. പുള്ളി പറഞ്ഞു, "നിങ്ങളാരും തിരിച്ചു പോക്കോ. ഞാനെല്ലാം റെഡിയായിട്ടിരിക്കുക. സമയം മാത്രം നോക്കിക്കൊണ്ടിരിക്കുക. ഇനി അധികം സമയമില്ല. നിങ്ങൾ വീട്ടിൽ പൊക്കോ. വെറുതെ നിങ്ങളുടെ സമയം വെറുതെ ഇവിടെ മെനക്കെടണ്ട. പൊക്കോളാൻ" പറഞ്ഞു. പിന്നെ നമ്മൾ വിളിച്ചിട്ട് വരികയില്ല. പിന്നെ ഞങ്ങളുടെ ബോസ് കൂടി അടുത്തുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി കാപ്പിയും ചായയൊക്കെ കുടിച്ചിട്ട് പിരിഞ്ഞു. ഇപ്പോഴും പുള്ളി ജീവിച്ചിരിക്കുന്നു. 1 വർഷത്തോ 1.5 വർഷമായി കണ്ടിട്ട്. അന്നേരം ഇങ്ങനെയൊക്കെയുള്ള രോഗികൾക്ക് പിന്നെ പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് ഞാനാണ് പ്രിസ്ക്രൈബ് ചെയ്തത്. ഞാനൊരു ഹോമിയോപ്പതി മരുന്ന് നമ്മുടെ അക്രൈറ്റ് തന്നെ കൊടുത്തു. അത് കഴിഞ്ഞ് പുള്ളി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. 1.5-2 വർഷമായി. ഏതാണ്ട് 92 വയസ്സോ മറ്റോ ഉണ്ട്. അത് പിന്നെ അതുപോലെ ത്രോംബിങ് ഹെഡേക്ക് ഉണ്ട്. ഫ്രണ്ടൽ ഹെഡേക്ക്. അതിൻ്റെ കൂട്ടത്തിൽ മരിച്ചു പോകുന്നുള്ള പേടി. ഈവനിങ് ആൻഡ് നൈറ്റ്. അത് കൊടുത്തത് അക്കണൈറ്റ് 0/3. ഇതിങ്ങനെ തോന്നുമ്പോൾ ഏതായാലും 15 ദിവസം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടി വന്നു. മോട്ടർ ഡോസാണ് കൊടുത്തത്. 0/3 ആണ്. അത് 15 ദിവസം കഴിഞ്ഞപ്പം ഈ തലവേദന കംപ്ലീറ്റ് സ്റ്റോപ്പായി. ബാക്കിയുള്ള അതിനെല്ലാം മോർ ദാൻ 50% റിലീഫായി. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞു. പിന്നെ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് കുറച്ച് 0/3 കൂടെ കൊടുത്തു വിട്ടു. പക്ഷെ വേണ്ടി വന്നില്ല. പേഷ്യൻ്റ് വളരെ ചിയർഫുള്ളും പേടിയും ആൻസൈറ്റിയും എല്ലാം കുറഞ്ഞു. അതെല്ലാം പോയി. അതുപോലെ പല കേസുകളുണ്ട്. അത് പിന്നീട് പറയാം. ഇപ്പം അല്ലെങ്കിൽ ഞാനിതിനു മുമ്പ് ഇംഗ്ലീഷിൽ ഒരു ക്ലാസ് എടുത്തതാണ്. മലയാളത്തിൽ എടുത്തായിട്ട് ഓർക്കുന്നില്ല. ഒരാദ്യം ഒന്ന് ഷെയർ ചെയ്യട്ടോട്ടെ. ഞാനും ഇംഗ്ലീഷിലാണ് എൻ്റെ PPT. അതുകൊണ്ട് മംഗ്ലീഷിൽ പറയാൻ കൂടുതൽ കാര്യങ്ങൾ. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PPT എല്ലാം ഇംഗ്ലീഷിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാറപ്പോ അത് വായിച്ചിട്ടാണ് സ്പീഡിൽ മലയാളത്തിൽ കൂടെ പറഞ്ഞു പോയാൽ മതി. അല്ല, ഞാൻ ആദ്യം മലയാളത്തിൽ പറയാം. അതുകൊണ്ട് സ്പീഡിലൊന്നും അതങ്ങ് ടച്ച് ചെയ്തങ്ങ് പോകത്തേ ഉള്ളൂ. ആദ്യം മലയാളത്തിൽ തന്നെ പറയാം. ന്യൂറോട്ടിക് രോഗങ്ങളെന്നാണ് ഇതിനെ ഈ ആൻസൈറ്റി ഇതിനെ മൊത്തം പറയുന്നത്. ന്യൂറോസിസ് എന്ന വകുപ്പിൽപ്പെടുന്ന രോഗങ്ങൾ പൊതുവെ ലഘുവായ മാനസിക രോഗങ്ങളാണ്. പ്രശ്നങ്ങളെ നേരിടുന്നതിന് പകരം അതിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ജീവിത രീതിയാണ് രോഗികൾക്കുള്ളത്. അതായത് നമ്മൾ ഈ മെൻ്റൽ ഡിസീസിനെ രണ്ടായിട്ട് തിരിക്കും. മൈൽഡ് ആൻഡ് സിവിയർ. അതിൽ ഈ ന്യൂറോസിസ് മൈൽഡ് രോഗത്തിൽപ്പെടുന്നതാണ്. പ്രശ്നങ്ങളെ തെറ്റായി വിലയിരുത്തുകയും അവയെ നേരിടാതെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഈ പ്രവണതയെ ന്യൂറോട്ടിക് ന്യൂക്ലിയസ് എന്ന് പറയുന്നു. ഈ രീതിയിലുള്ള ജീവിതം പരാജയത്തിനിടയാക്കുന്നു. എങ്കിലും ഈ പ്രതികരണം തന്നെ വ്യക്തി തുടർന്നു കൊണ്ടുപോകും. ഈ പ്രവണതയെ ന്യൂറോട്ടിക് പാരഡോക്സ് എന്ന് പറയുന്നു. പ്രശ്നങ്ങളെ നേരിടാതെ ഇരിക്കുമ്പോൾ താൽക്കാലികമായി ഉത്കണ്ഠ കുറയുന്നു. അതിനാൽ ഈ പെരുമാറ്റം ശക്തമാകുന്നു. എന്നാൽ മറ്റുള്ളവർ വിജയകരമായി നേരിടുന്ന പ്രശ്നങ്ങളെ തനിക്ക് നേരിടാൻ കഴിയാത്തതിൽ രോഗിക്ക് കുറ്റബോധം അസന്തുഷ്ടിയും അനുഭവപ്പെടുന്നു. എല്ലാ ന്യൂറോട്ടിക് രോഗങ്ങളും കണ്ടുവരുന്ന ഒരു ഘടകമാണ് ഉത്കണ്ഠ. പ്രധാന ന്യൂറോട്ടിക് രോഗങ്ങൾ ഒന്ന് ഉത്കണ്ഠ അല്ലെങ്കിൽ ആൻസൈറ്റി ന്യൂറോസിസ്. സ്പീഡ് കൂടുന്നുണ്ടോ? ഇല്ല. ന്യൂറോട്ടിക് രോഗങ്ങളിൽ സർവ്വസാധാരണയായി കണ്ടുവരുന്ന ഒന്നാണ് ഉത്കണ്ഠ ന്യൂറോസിസ്. ഇവിടെ പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ രോഗി അമിതമായ ഉത്കണ്ഠയ്ക്ക് വിധേയനാകുന്നു. താൻ അനുഭവിക്കുന്ന ആശങ്ക, ഭയം എന്തിനോടാണെന്ന് രോഗിക്ക് കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അതിനാൽ ഇതിനെ ഫ്രീ ഫ്ലോട്ടിംഗ് ആൻസൈറ്റി എന്ന് പറയുന്നു. ഉത്കണ്ഠ രോഗി കടുത്ത മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ വ്യക്തമായ കാരണങ്ങൾ ഒന്നുമില്ലാതെ രോഗി പെട്ടെന്ന് അമിതമായ ഉത്കണ്ഠയ്ക്ക് വിധേയനാകുന്നു. ദിവസത്തിൽ പല പ്രാവശ്യം
ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ഉണ്ടാകുന്ന ഇതിനെ അക്യൂട്ട് ആൻസൈറ്റി അറ്റാക്ക് എന്നും പറയുന്നു. ഈ സമയത്ത് ഉയർന്ന രക്തസമ്മർദ്ദം, വർദ്ധിച്ച ഹൃദയമിടിപ്പ്, വേഗത്തിലുള്ള ശ്വസനം, വിശപ്പ്, മാംസപേശികളിൽ പിരിമുറുക്കം, തലചുറ്റ്, ഛർദി, തലവേദന തുടങ്ങിയവ ഉണ്ടാകാം. ചിലപ്പോൾ മരണം അടുത്തെന്നോ ഒരിക്കൽ പോകുമെന്നോ മരിക്കാൻ പോകുമെന്നോ രോഗിക്ക് തോന്നും. മിക്കവാറും മിനിറ്റുകൾക്കകം ഈ അവസ്ഥ മാറി സാധാരണ പോലെ വരാം. ചിലപ്പോൾ പകൽ സമയങ്ങളിലോ മറ്റു ചിലപ്പോൾ ഉറക്കത്തിനിടയിലോ ഇതുണ്ടാകാം. ചില ഉത്കണ്ഠ രോഗികൾ ഉത്കണ്ഠയോടൊപ്പം ചെറിയ തോതിലുള്ള വിഷാദവും കാണുന്നുണ്ട്. ഉത്കണ്ഠ രോഗി പ്രകടിപ്പിക്കുന്ന പ്രധാന ലക്ഷണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം വായിച്ചു പോകത്തോടെ അന്നേരം മലയാള തർജ്ജമ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ലക്ഷണങ്ങൾ: അസ്വസ്ഥത, ഏകാഗ്രത കുറവ്, ബുദ്ധിമുട്ട്, തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസം, പെട്ടെന്ന് വികാരാതീതനാകുന്ന പ്രകൃതം, അധൈര്യം, ഉറക്കപ്രശ്നങ്ങൾ, അമിതമായ വിശപ്പ്, നീണ്ടു നിൽക്കുന്ന മസിൽ ടെൻഷൻ, വിറയൽ, ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദന, തലകറക്കം, തലവേദന, ഉമ്മനീർ വറ്റുക, തൊണ്ട ഇടറൽ, തളർച്ച മുതലായവയാണ് കാരണങ്ങൾ. ആന്തരികവും ബാഹ്യവുമായ സംഘർഷങ്ങൾ അനുഭവപ്പെടുമ്പോൾ അത് നേരിടാൻ താൻ അപര്യാപ്തമാണെന്ന തോന്നലിന് പ്രതികാരണമാണ് ഉത്കണ്ഠ രോഗി പ്രകടിപ്പിക്കുന്നത്. കടുത്ത സാമ്പത്തിക ബാധ്യതകൾ, ജോലി നഷ്ടപ്പെടൽ, മറ്റു തരത്തിലുള്ള തീവ്രമായ സംഘർഷങ്ങൾ തുടങ്ങിയവ എല്ലാവരിലും ചെറിയ തോതിലുള്ള ഉത്കണ്ഠ ഉളവാക്കിയേക്കാം. എന്നാൽ ഉത്കണ്ഠ രോഗിയിൽ ചെറിയ സംഘർഷങ്ങൾ പോലും തീവ്രമായ ഉത്കണ്ഠ ഉളവാക്കും. ചെറിയ ഇപ്പം ഉദാഹരണം, നമുക്ക് നാളെ ഒരു സ്ഥലത്ത് പോകണം. രാവിലെ എഴുന്നേറ്റിട്ട് വണ്ടിയൊന്നും കിട്ടിയില്ലെങ്കിൽ അന്നേരം തുടങ്ങും, എടാ എനിക്ക് ഇപ്പോൾ പോകാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങൾ മതി. അങ്ങനെ പല കാരണങ്ങളാണ്. ഒന്ന്, കണ്ടീഷനിങ്. പല പെരുമാറ്റ പ്രത്യേകതകളും കണ്ടീഷനിങ്ങിന്റെ ഫലമായി രൂപപ്പെടുന്നവയാണ്. ഉത്കണ്ഠയുള്ള അമ്മമാർ തങ്ങളുടെ കുട്ടികളിലേക്ക് ഉത്കണ്ഠ കൈമാറുന്നതായി പല പഠനങ്ങളിലും കണ്ടിട്ടുണ്ട്. അതുപോലെ കുട്ടികളെക്കുറിച്ച് അമിതമായ പ്രതീക്ഷ പുലർത്തുന്നവരും അവരുടെ യഥാർത്ഥ നേട്ടങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ കുട്ടികളെ ഉത്കണ്ഠ ഉള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പം പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് ഇപ്പം പലർക്കും അതാ ഒരു പ്രശ്നം. എല്ലാവർക്കും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ അവരുദ്ദേശിക്കുന്ന രീതിയിലാവണം. പിള്ളേരെ കൊണ്ട് അത്ര ആകത്തില്ലായിരിക്കും. അവരുടെ ബുദ്ധിക്കും സാമർഥ്യത്തിനും അനുസരിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രഷർ കൊടുക്കുക. മക്കളെക്കാട്ടി കൂടുതൽ ടെൻഷൻ അച്ഛനും അമ്മമാർക്കും. അത് പിള്ളേരിലോട്ടും പകർന്നു കൊടുക്കുക. നമുക്ക് നമ്മുടെയൊക്കെ അയൽവക്കത്തും ബന്ധത്തിലുമൊക്കെ ഇങ്ങനെയുള്ളവരെ കാണും. ഇപ്പം പിള്ളേർ എല്ലാവർക്കും ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, അല്ലെ അതുപോലെയുള്ള നല്ല പ്രൊഫഷൻ ആകണമെന്നൊക്കെയുള്ള താല്പര്യങ്ങളാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ ഉള്ളത് സംശയം. 2, അപകടകരമായ ചോദനകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള കഴിവില്ലായ്മ. തൻ്റെ ആത്മസങ്കല്പത്തിന് ദോഷമായി തീരുന്നതും മറ്റുള്ളവരുമായുള്ള സുഗമമായ ബന്ധത്തിന് പോറലേൽപ്പിക്കുന്നതുമായ വികാരങ്ങളെയും തോന്നലുകളെയും നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വ്യക്തിയിൽ അമിതമായ ഉത്കണ്ഠ അനുഭവപ്പെടാം. അതുപോലെ അടിച്ചമർത്തപ്പെട്ട ലൈംഗിക വികാരങ്ങൾ പ്രതിരോധ തന്ത്രങ്ങളെ അതിജീവിച്ചുകൊണ്ട് ബോധതലത്തിലേക്ക് കടന്നു വരികയും ഉത്കണ്ഠയ്ക്ക് കാരണമാകാം. 3, ഉത്കണ്ഠ ഉളവാക്കുന്ന തീരുമാനങ്ങൾ. ഉത്കണ്ഠ രോഗികൾക്ക് തീരുമാനം എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ധാർമ്മിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട മാനസിക സംഘടനകളോ സുരക്ഷിതത്വത്തിനുള്ള ഭീഷണിയോ സ്റ്റാറ്റസിൽ ബാധിക്കുന്ന തീരുമാനങ്ങളോ അമിതമായ ഉത്കണ്ഠ ഉളവാക്കുന്നു. 4, പണ്ടുണ്ടായിട്ടുള്ള ഭീതിജനകമായ ഒരസ്വസ്ഥത പുനരാവിഷ്കാരം. പണ്ടുണ്ടായിരുന്ന ഏതെങ്കിലും ഭീതി അല്ലെ ഉത്കണ്ഠ ജനകമായ അവസ്ഥയിലേക്ക് സംഘർഷവും ഉത്കണ്ഠയും സമാനമായ മറ്റേതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അനുഭവപ്പെടുന്നു. ചെറിയ തോതിൽ ട്രാങ്കുലൈസേഴ്സുകൾ നൽകുന്നതുകൊണ്ട് ഉത്കണ്ഠ രോഗികൾക്ക് ചെറിയ ആശ്വാസം തോന്നാമെങ്കിലും അലോപ്പതിയാണ്. പ്രശ്നത്തിന് കാരണമായ ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്താതെ പരിഹാരം പൂർണ്ണമാകുന്നില്ല. അതിനാൽ മനഃശാസ്ത്ര ചികിത്സയോടൊപ്പം ഹോമിയോപ്പതി ചികിത്സയും വളരെ ഉത്തമമാണ്. ഞാൻ എപ്പോഴും പറയും,
മരുന്ന്, മന്ത്രം, തന്ത്രം. മരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മരുന്ന്, ഹോമിയോപ്പതി മരുന്ന്. മന്ത്രം എന്ന് പറഞ്ഞാൽ അത് കൗൺസിലിങ്ങാണ്. തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കുകളാണ്. പല ടെക്നിക്കുകളുണ്ട്, ഞാനത് പുറകെ പറയുന്നതായിരിക്കും. അപ്പം അടുത്ത ഇതിലോട്ട് വരണം. മംഗ്ലീഷ് എന്നതാ ഞാൻ പറഞ്ഞ ഇനി ആൻസൈറ്റി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓടിച്ചു പോകത്തേ ഉള്ളൂ. ഞാൻ മലയാളത്തിൽ പരിവർത്തനം ചെയ്ത് കഴിഞ്ഞു. അപ്പം ആൻസൈറ്റി ഇത് കാണുന്നില്ലല്ലോ, ആ ഭാഗം വായിക്കാൻ പറ്റുന്നില്ല. കാണുന്നുണ്ടല്ലോ സാർ. എനിക്ക് കാണുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ, എനിക്കത് മാറ്റാൻ പറ്റുമോ എന്ന്. ആ, ഞങ്ങൾക്ക് കാണാം. എവിടെ അന്നേരം ഒന്ന് വായിച്ചു തരുമോ? വായിക്കാം. അന്നേരം വായിച്ചു. Fear is an emotional response to a known or definite threat. Anxiety is a reaction to fear or other emotion. Anxiety involves worry about a threat and that has not yet or may never happen. അത് നമുക്ക് പലതരത്തിലുള്ള എമോഷൻസ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ഒരു പ്രത്യേക എന്തെങ്കിലും നമുക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതിനോടൊരു പേടിയുടെ ആൻസൈറ്റി. നോക്കട്ടെ, ഒരു മിനിറ്റ്. അത് തന്നെ ഈ സൈഡ് ചേഞ്ച് ആകാത്തപ്പം എനിക്കൊരു ചെറിയ ആൻസൈറ്റി, പക്ഷെ വലിയ കാര്യമില്ല കേട്ടോ. സ്ഥിരമായത് കൊണ്ട് വലിയ കാര്യമില്ല. വായിച്ചോ? ഞാൻ Anxiety vs fear. Anxiety versus anxiety is what we feel when we are worried, tense or afraid. അപ്പൊ എൻ്റെ ആ സ്ക്രീൻ പോയേ, ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്തിട്ട് ഞാൻ വേറെ ഏതാണ്ട് അത് മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്താ, അന്നേരം അത് പോയി. ഒരു മിനിറ്റ്, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. നോക്കട്ടെ, തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷെ ഇവിടെ കിടപ്പുണ്ട്, പക്ഷെ എനിക്ക് കാണണ്ടേ? സൈഡിലെ സ്ക്രീൻ ഞെക്കിക്കേ സാറേ. ഏത് സൈഡിലെയാ? സാർ ഇച്ചിരൂടെ ലെഫ്റ്റിലോട്ട് വാ. കുറച്ചുകൂടെ ലെഫ്റ്റ്. അവിടെ ഇപ്പൊ മെയിനിലാണ്. അതിലെ മൂന്നാമത്തതാണ് ഇപ്പൊ സാർ ഇട്ടിരിക്കുന്നത്. മൂന്നാമത്തെ. അപ്പൊ നാലാമത്തെ സാറേ താഴോട്ട് വാ. പതുക്കെ ഇനി മൂന്ന്. അല്പം കൂടെ ഇച്ചിരൂടെ താഴെ. അതില് താഴെ അല്പം കൂടെ. ഇതാണിപ്പോ കിടക്കുന്നത് അല്ലേ? അപ്പൊ അതിന്റെ താഴത്തോട്ട് വാ സാർ. അല്പം കൂടെ. ഒരു മിനിറ്റ്, ഞാൻ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഒരു മിനിറ്റ്, ടോപ്പ് ഷെയറിങ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കയറി വരാം. ഇതാകുന്നില്ലല്ലോ, കേക്കാവോ? പോയി. ഇപ്പൊ വരുന്നുണ്ട്. അതെ, എവിടെയൊക്കെ നിൽക്കുമ്പം വരും. അതെ, ഞാനത് വലുതാക്കാനായിട്ടേ എൻ്റെ വലത്തെ സൈഡിൽ എൻ്റെയും ഡോക്ടർ ധനേശ്, ഡോക്ടർ ഷൈലയുടെ ഒക്കെ, ഡോക്ടർ ശാലിനി, ഇവരുടെ എല്ലാം ഇത് കാണുന്നത്. അതൊന്ന് മാറ്റിയിട്ട് ഇവിടെ ശരിയാക്കാമെന്ന്, എനിക്ക് തന്നെ വായിക്കാവുന്നോട്ട് ആക്കാമെന്ന് വിചാരിച്ചാൽ. വായിച്ചോ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. കാണാം സാറേ, കാണാം. Anxiety is what we feel when we are worried, tense or afraid, particularly about things that are about to happen or which we think could happen in the future. Anxiety is a natural human response when we feel that we are under threat. It can be experienced through our thoughts, feelings and physical sensations. കഴിഞ്ഞു. കണ്ടു. അടുത്തത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് ആണ്. 7 ആങ്സൈറ്റി ഡിസോർഡേഴ്സ്. വായിച്ചു കാണാവോ? അത് ഇച്ചിരി എൻലാർജ് ചെയ്താലേ ചെറിയ ഹെഡിങ് ഞാൻ അതിന് ചെയ്യുമ്പം അത് ശരിയാകാതെ ഡിസപ്പിയർ ആയിരുന്നു. ഞാൻ വേണേ വായിക്കാം. 1 ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, 2 പാനിക് ഡിസോർഡർ, 3 സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ, അടുത്തത് സ്പെസിഫിക്
ഫോബിയ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതായത് PTSD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ OCD, സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ, അങ്ങനെ 7 ഉണ്ട്. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ കൊണ്ട് അങ്ങ് നിന്നു പോകും. അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലനേഷന് പോകാത്തത്. കുഴപ്പമില്ലല്ലോ. വേണ്ട. ആ, ഇനി മറ്റേത് ഓരോ മലയാളം പറഞ്ഞതാ, എന്നാൽ ഇംഗ്ലീഷിൽ ഒന്നുകൂടെ പറഞ്ഞു വേറെയുള്ളവർക്ക് ഒന്നുകൂടെ മനസ്സിലാക്കുന്നത് നല്ലതാ. കോസസ് ഓഫ് ആങ്സൈറ്റി ആണ് അടുത്തത്. അതെ. Stressful or traumatic events in early childhood or adulthood, family history of anxiety or other mental health conditions, certain physical conditions including thyroid problems, etc. An estimated 4% of global population currently experience an anxiety disorder. In 2019, 301 million people in the world had an anxiety disorder, making anxiety disorders the most common of all mental disorders. How to recognize anxiety? ഞാൻ വായിക്കാം. എന്തൊക്കെയാണെന്നുള്ളത് അത് എവിടെയാണ് തുടങ്ങേണ്ടത്? ഓവർ തിങ്കിങ്, അവോയ്ഡൻസ്, sweating, overthinking, avoidance, sweating, stomach issues, panic attacks, needing reassurance, lack of patience അല്ലേ, trouble concentrating, constant worrying, trouble breathing, procrastination വിട്ടുപോയി. പിന്നെ headaches, rapid heartbeat, insomnia, memory issues. അത്രയാണ്. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ആൻസൈറ്റി ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കാം. ഇത്ര എണ്ണം തന്നെ വേണമെന്നുണ്ടോ? ഇല്ല, എന്നാലും സാധാരണ ഇതെല്ലാം കാണും. മിക്കവാറും ഇതിലൊക്കെ ഒരു 60-70% കാണും. എല്ലാം വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ. What is an anxiety disorder? An anxiety disorder is a type of mental health condition. If you have an anxiety disorder, you may respond to certain things and situations with fear and dread. You may also experience physical signs of anxiety such as pounding heart and sweating. It's normal to have some anxiety. You may feel anxious or nervous if you have to tackle a problem at work, go to an interview and take a test or make an important decision. And anxiety can even be beneficial. For example, anxiety helps us notice dangerous situations and focuses our attention so we stay safe. അപ്പൊ ആങ്സൈറ്റി കൊണ്ട് ചില ഗുണങ്ങളും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണം ഞങ്ങളെ ഒരു സാറ് പറയുമായിരുന്നു, ഒരു MR സാർ എന്ന് പറയുന്ന SLCക്ക് പഠിപ്പിച്ച ഒരു സാറ് പറയും, രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് നടന്ന് കോട്ടയത്ത് ചെല്ലുമ്പം പുറകിലാ കോഴിക്കോട് കോട്ടയം ഒന്ന് കാണുന്നെങ്കിൽ എന്നാ പ്രയോജനം എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ പോയാലും ലേറ്റ് ആയാലും അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇച്ചിരി നേരത്തെ പോയതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരി ആൻസൈറ്റി ഒക്കെ ഉള്ളത് നല്ലതാണ് കാര്യങ്ങൾ നടക്കണമെങ്കിൽ. പോട്ടെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത. What is an anxiety disorder? But an anxiety disorder goes beyond the regular nervousness and slight fear you may feel from time to time. An anxiety disorder happens when anxiety interferes with your ability to function and you often overact
when something triggers your emotions, you can't control your responses to situations. Anxiety disorders can make it difficult to get through the day. Fortunately, there are several effective treatments for anxiety disorders. ഇത് ഇവിടെയാണ്. ഇത് വളരെ ചെറിയ ലെറ്ററാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള വെറുതെ അമഗ്ഡാലയെ കുറിച്ചുള്ള ഒരു പടമാണ്. എവിടെയാണ് അമഗ്ഡാല ഇരിക്കുന്നതെന്നൊക്കെ. അത് ഇത് വായിച്ചു. Amygdala and cerebral cortex. Amygdala and cerebral cortex are critical to stress response we experience when facing anxiety. The amygdala is the region of the brain primarily associated with emotional process. Fear, anger, aggression, sexual behaviors, emotional memory, etc. are main functions. The cerebral ഈ എമോഷൻസ് എല്ലാം വരുന്നത് അമഗ്ഡാല. പോട്ടെ, അടുത്തത് പോട്ടെ. The cerebral cortex is furrowed outer layer of gray matter in the cerebrum of the brain, associated with higher brain functions as voluntary movement, coordination of sensory information, learning and memory, and expression of individuality, imagination, logic, reasoning, mathematics are main functions of cerebral cortex. The amygdala is like a protector. The amygdala is trying to protect you from any potential danger. In many cases, the amygdala assumption that you need to be protected from some type of danger is incorrect. The human amygdala seems to be predisposed to respond to certain stimuli as if they are potentially dangerous. Snakes, spiders, heights, etc. Over thousands of years of evolution, the human amygdala has been programmed to fear things such as insects and snakes because it served in survival at same point. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഇതിനെ എന്നോട് ചോദിച്ചിരുന്നു, ഇൻസെക്ട്സിന്, അതായത് പാറ്റായ്ക്കും സ്പൈഡറിനുള്ള മെഡിസിൻ ബെറേറ്റ കാർബാണ് മെയിൻ കേട്ടോ. ഞാൻ എല്ലാം അരിച്ചു പെറുക്കി തപ്പിയിട്ട് ബെറേറ്റ കാർബാണ് ഞാൻ എങ്ങാണ്ട് എഴുതിയിട്ടിരുന്നു. ഈ ഇൻസെക്ട്സ്, അതായത് പ്രത്യേകിച്ച് പാറ്റ, സ്പൈഡർ ഇങ്ങനെയുള്ളതിനൊക്കെ പേടിയുള്ളതിന് ബെറേറ്റ കാർബ് നല്ലൊരു മെഡിസിനാണ്. അതൊന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞു നോക്കിയിട്ട്. ഞാൻ കുറിച്ചിട്ടിരുന്ന വേറെ കണ്ടുന്നു കുറിച്ച് ഒരു ഇതിൽ നോട്ടിൽ കുറിച്ചിട്ടിരുന്നതാണ്. അന്നേരം ഞാൻ പറഞ്ഞു നോക്കിയിട്ട് പറയാമെന്ന്. ആരോ ഒരാൾ ചോദിച്ചിരുന്നു വേറെ എല്ലാവരെയും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. അന്നേരം പറഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല, പറഞ്ഞോ. ഞാനിപ്പ ഓർത്തപ്പ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, വായിച്ചോ. The amygdala is like a protector, but the fear that is programmed into the amygdala can be changed. Many objects and situations aren't naturally feared by amygdala. Amygdala meaning the weren't programmed into the amygdala at birth. Instead, the amygdala learns to fear them as a direct result of life experience. For example, a child doesn't naturally fear flames, but if a flame burns that child, he or she will naturally begin to fear anything associated with fire. Candles, lighters, sparkles, and so on. And that is the amygdala at work. But since the amygdala can reprogram, the children can over time learn not to fear certain stimuli. ആണോ? The amygdala is like a protector. The amygdala forms emotional memories.
The amygdala will form an emotional memory of an experience and attach it into the, for example, you might fear that object or smell without any conscious memory to back it up. Many people who have been in a serious car accident become fearful of sitting in the same seat in the car when the accident occurred. An example, if you were sitting in the back seat behind the passenger seat during a serious accident, you may develop a sense of dread anytime you sit in that exact seat in another car without even fully understanding why. That is emotional memory of the amygdala. Fight, flight, or freeze response. The amygdala is responsible for activating what is known as the fight, flight, or freeze response. During this response, there is an activation of motor system, an increase in levels of neurotransmitters, and energization of the sympathetic nervous system, and a release of chemicals such as cortisol and adrenaline into the bloodstream. Your body will undergo immediate change such as increased heart rate, tensing of muscles, and dilated pupils. You may start to tremble and feel sweaty palms, heart pounding, and bowel issues. Activating the fight, flight, or freeze response is a primary role of amygdala. Amygdala's language is based on experience and association. The cortex-based anxiety. Anxiety with sensory information. The cortex can initiate anxiety in a few different ways. The first way involves how the cortex processes sensory information. As the cortex processes this sensory information, it can interpret a perfectly safe sensation as threatening. For example, a letter from the tax office arrives, your imagination might automatically assume that you owe money. You feel anxious as you tear open the letter, only to discover that it is a standard notice sent to all taxpayers. The cortex-based anxiety, the anxiety without sensory information. The second way the cortex can produce anxiety is by overthinking. Example would be prepping for a job interview and you start worrying that you are going to look bad or come off like a fool in front of the interviewers. There is no sensory input to suggest such a thing, yet your cortex can create all sort of unsavory sceneries that initiate an anxious response in your amygdala. Without sensory information left vs right hemisphere based anxiety. Left hemisphere based worry. Thoughts about ideas, OCD, GAD. Example, thinking about a normal fever as a severe disease, unknown facts like purpose of life, meaning of world, how to manage, avoid thoughts and distract cortex, try to make amygdala to cope up with those questions without worrying. Without sensory information,
left is right hemisphere based anxiety, right hemisphere based fear, image, visualization, daydreams, etc. Panic disorder. How to manage? Be a passive observer. Don't try to stop or resist. Understand that is not easy to control the thoughts by. We can decide whether to be affected by these thoughts or not. Amygdala-based anxiety. Amygdala brings negative association with an incident, object, person, or place, etc., and its presence will make amygdala anxious. Examples: PTSD, panic attack, fear of heights, darkness, etc. Systemic desensitization vs flooding. Systematic desensitization, SD, relaxation training is followed by gradual, usually imaginary exposure to feared stimuli, starting with the least feared stimulus. Flooding, coping with anxiety, lifestyle changes, daily exercise, good sleep, healthy eating ആയിരിക്കും. Nutrition for brain. Healthy eating ആയിരിക്കും. Avoiding caffeine and alcohol. Coping with anxiety. Counseling is often helpful in helping people identify triggers and develop coping skills. ERP, CBT. Medication is also common treatment for anxiety. Many people benefit from a combination of these two. ഞാനൊരു അതൊരു 18 മിനിറ്റ് 20 മിനിറ്റിനകം തീരും. CBT എക്സസൈസ് ഇതൊരു ഇതിൽ നിന്ന് കോപ്പി ചെയ്തതാണ്. അത് സംസാരിച്ചോളും. താങ്ക് യു വെരി മച്ച് ഡോക്ടർ ഷൈല. കാണാവോ? വരുന്നുണ്ടോ? വന്നില്ല. എന്താണ്, എക്സർസൈസ് ആണോ? എക്സർസൈസാ. CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. സാർ ക്ലിക്ക് ചെയ്യുന്നുണ്ട്, വരുന്നില്ല അങ്ങോട്ട്. മുമ്പേ വന്നായിരുന്നു, ഞാൻ ആദ്യം നോക്കിയപ്പം വന്നായിരുന്നു. എന്നാ പറ്റിയെന്ന് നോക്കണ്ടേ, എന്നാ ചെയ്യുന്നെന്ന് അറിയത്തില്ലല്ലോ. നോക്കട്ടെ. മുമ്പേ രണ്ടാമത് നോക്കിയതാ. മേളിൽ ക്ലിക്ക് ചെയ്താൽ വരുമോ? CBT എക്സർസൈസസ് ഫോർ ആൻസൈറ്റി ഇവിടെ ചെയ്യണമെന്നാ മോൻ പറഞ്ഞു. മോനാ എന്നെ കാണിച്ചു തന്നു. എന്നെ പഠിപ്പിക്കുന്ന മോനാ. ശരി. നോക്കട്ടെ, ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ചെയ്യുന്നല്ലേ, അത് വലിയ കാര്യം. നോക്കട്ടെ. മുമ്പേ അത് തുറന്നായിരുന്നു, എന്നാണോ അത് തുറക്കുന്നില്ല. സെന്ററിലൊന്ന് ക്ലിക്ക് ചെയ്തേ സാറേ, താഴോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്തേ. മുമ്പേ വന്നായിരുന്നു എല്ലാം. നോക്കട്ടെ, എൻ്റെ മോനെ വിളിച്ചോണ്ട് വരാം. ഒരു 15-20 മിനിറ്റ് നേരത്തുള്ള ഒരു എക്സസൈസാ. ആങ്സൈറ്റി കുറയ്ക്കാനുള്ള എക്സർസൈസ് അല്ലേ? അതെ, ഒരു 5 തരത്തിലുള്ള എക്സസൈസ് ഉണ്ട്. നോക്കട്ടെ, അതെങ്കിലും കാണായിരുന്നു. അതെ, നോക്കട്ടെ. വേറെ പരിപാടി ചെയ്യാം. നോക്കട്ടെ, മോനെ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, വിളിക്കട്ടെ. ആഡ് ചെയ്താ, മറ്റേ സ്ലൈഡിൻ്റെ കൂടെ ആഡ് ചെയ്താ വരുന്നില്ലല്ലോ. അങ്ങോട്ട് പോവാണ്. നോക്കട്ടെ, ഒരു മിനിറ്റ്.
സാറ് മ്യൂട്ട് ചെയ്തിട്ട് മോനെ വിളിച്ചോ. അതെ അതെ ഞാൻ നോക്കുന്നത്. ഒറ്റ മിനിറ്റ്. ഞാൻ മ്യൂട്ട് ചെയ്യാം കേട്ടോ. സാറിനെ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വിളിച്ചോ. ശരിയാവോ സാറേ? സാറിന് മ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് parasympathetic nervous system and a sympathetic nervous system. കാണുന്നില്ല സാറേ. Both are great, but most of us in modern society ഓഡിയോ ഉണ്ട്, parasympathetic nervous system. Our sympathetic nervous system are in high. So your sympathetic nervous system, that's what wakes you up in the morning. That's what gets you moving. That's the part of your nervous system that responds to I need to eat, I need to move, I need to go to work. ഓഡിയോ മാത്രമേ ഉള്ളൂ, വീഡിയോ ഇല്ല. Sympathetic nervous system is what calms everything down. That's what helps you fall asleep at night. The parasympathetic nervous system kicks in when we feel safe and calm and relaxed. And if we're never feeling that way, our parasympathetic nervous systems are not being exercised. So your parasympathetic nervous system and your sympathetic nervous system coordinate with your brain, coordinate with your thoughts, and coordinate with your behaviors. മകനെ ഒന്നുകൂടി വിളിക്കേണ്ടി വരുമെന്നാ തോന്നുന്നു. Behavioral cycle or anxiety can happen in a couple different ways. കേൾക്കാം, പക്ഷെ അത് ക്ലിയർ അല്ല. കാണുന്നില്ല. A thought. It might be a thought that was caused by an situation. Say your partner gets ഇതുവരെ നമ്മൾ കണ്ടില്ല, ഇതിൽ വന്നില്ല. And then your cognitive anxiety kicks in. So it's going to go up. I'm not going to be able to get to work. Oh, all right. Now കേട്ടിട്ട് കാര്യമില്ല സാറേ, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അത്ര. But what's happening the second that your mind jumps into all those problems is you are hyper-stimulating your sympathetic nervous system. Your adrenaline and cortisol is flooding. Your brain does not realize that these are problemms that ഒന്നുകിൽ ഇത് കാണണോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക്. run away. ക്ലോസ് ചെയ്തിട്ട് നമുക്ക് So the second you kick in, I can't stand it. What will I do? You are generating all of that, and your sympathetic nervous system is just kicking into hell, but it's not really helping. So some people will say to me, no, my anxiety never starts with a thought. My anxiety starts with a panic attack. That's the first thing that happens is I go into ऑडियो इल्लादा आज जो आपको नॉर्मल खराटे लग रहे हैं वो अगले 5 साल में हार्ट फेलियर तक पहुंच सकते हैं। इंडिया में 10 करोड़ से ज्यादा लोग इस खतरे में जी रहे हैं और उन्हें पता भी नहीं। जानिए कैसे आप अगले 2 मिनट में अपनी जिंदगी बचा सकते हैं। ये कोई मजाक नहीं। मेडिकल रिसर्च ने प्रूव किया है कि खर्राटों की वजह से हार्ट अटैक का रिस्क 5 गुना बढ़ जाता है और इसके वजह से इंडिया में हर साल हजारों लोग अचानक नींद में मर जाते हैं और उनके फैमिली को कभी पता नहीं चलता कि असली वजह കുറുപ്പ് സാർ ഔട്ടായെന്നാണ് തോന്നുന്നത്. കുറുപ്പ് സാർ ഔട്ടായി തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് ഈ ആങ്സൈറ്റി ഡിസോർഡർ അതുപോലെ എന്താണ് ഈ മെന്റൽ ഡിസീസ് എന്തെങ്കിലും ചികിത്സിച്ച് ട്ടുള്ള അനുഭവങ്ങൾ ഏതെങ്കിലും ഡോക്ടേഴ്സിനുണ്ടെങ്കിൽ ഒന്ന് പറയാം. മാനസികമായ എന്ത് പ്രശ്നങ്ങളും ചികിത്സിച്ചിട്ടുള്ള ആർക്കും അവരവരുടെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാം. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കുറുപ്പ് സാർ തിരിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും മാനസിക വൈകല്യങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുള്ള ഡോക്ടേഴ്സിന് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാം. ആങ്സൈറ്റിയെ കുറിച്ചായിരുന്നല്ലോ നമ്മുടെ ക്ലാസ്. കുറുപ്പ് സാർ തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഒന്ന് കടക്കാം. പീതാംബരൻ ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. എന്തെങ്കിലും മാനസികമായ പ്രശ്നങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കിയിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത ആർക്കും സംസാരിക്കാനുള്ള ഓപ്ഷൻ ഇടാം. പീതാംബരൻ ഡോക്ടർ ഉണ്ടോ? വേറെ സീനിയർ ഡോക്ടേഴ്സ് ആരൊക്കെ ഉണ്ട്? എല്ലാവർക്കും പറയാം. 22 ഇനി വേറെ ഷഫീഖ് ഡോക്ടറൊക്കെ ഉണ്ടല്ലോ. പീതാംബരൻ ഡോക്ടർ ഉണ്ട്, ഷഫീഖ് ഡോക്ടർ ഉണ്ട്. ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ?
പീതാംബരൻ ഡോക്ടർ, ആ ഡോക്ടറെ, നമുക്കുള്ള ഇന്നത്തെ വിഷയം എനിക്കൊരു രസകരമായ കേസ് പറയാനുണ്ട്. ആ പറഞ്ഞോളൂ ഡോക്ടർ. ഒരു ദിവസം ഒരാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അയാൾക്ക് വെള്ളം ഇറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, 2-3 മാസമായി അങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് എന്താണ് അതിന്റെ കാരണം എന്ന് ഞാൻ ചോദിച്ച അയാളോട്. അയാളുടെ കാരണം പറഞ്ഞത്, അയാളുടെ അപ്പൻ ഒരു ദിവസം ആൾക്ക് രോഗം ഉണ്ടായിരുന്നു, തളർന്നൊക്കെ കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വെള്ളം കുടിച്ച് വെള്ളം ഇറങ്ങിപ്പോയപ്പോഴേക്കും അയാള് പെട്ടെന്ന് വീണ് മരിച്ചുപോയി. ആ നിമിഷം തന്നെ, വെള്ളം ഇറങ്ങിയ ആ നിമിഷം തന്നെ വീണ് മരിച്ചുപോയി. ഇത് കണ്ടതിന് ശേഷമാണ് അയാൾക്ക് ഈ അസുഖം തുടങ്ങിയത്. അതിനെ ഞാൻ അയാൾക്ക് കൊടുത്ത മെഡിസിൻ റെസ്ക്യൂ റെമഡിയാണ്. അക്കണൈറ്റും ഹയർ പൊട്ടൻസി ഒരു ഡോസ് കൊടുത്തിട്ട് റെസ്ക്യൂ റെമഡി കൊടുത്തു. റെസ്ക്യൂ റെമഡി എല്ലാവർക്കും അറിയാമല്ല, ഫ്ലവർ റെമഡീസ് ആണ്. പിന്നെ അയാള് വളരെ സാവധാനം കുറച്ച് വ്യത്യാസമൊക്കെ കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അയാള് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി. സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ അത് ഫോബിയ എന്ത് പറയാ, ഒരു പ്രത്യേക പേര് പറഞ്ഞു, ഫാഗോഫോബിയ എന്ന് പറഞ്ഞു. പക്ഷെ 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് ആഴ്ചയിൽ 2 വട്ടം വെച്ചിട്ട് അയാള് 2-3-4 വട്ടം പോയി. പക്ഷെ അയാൾക്കൊരു പുരോഗതി ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ റെസ്ക്യൂ റെമഡി അയാൾക്ക് കൊടുത്തത് സ്ലോലി അയാൾക്ക് ആക്ട് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് അയാള് അത് മാത്രം ആലോചിക്കാതെ വേറെ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് വെള്ളം കുടിക്കാൻ പറഞ്ഞു. അതൊരു ടെക്നിക്കാണ് അതിന്. അത് ക്രമേണ അയാള് സുഖപ്പെട്ടു. ഇപ്പൊ അയാളുടെ തൂക്കം വീണ്ടും 8-10 കിലോ കൂടി. അയാള് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ഗൾഫിലേക്ക് പോയി ഇടക്ക് വന്നിട്ട് 5-6 മാസത്തേക്കുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടുപോകും. അയാൾക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, എന്നാലും കുറെ മരുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് അയാളുടെ പതിവായിട്ടുണ്ട്. ഇപ്പൊ 2 പ്രാവശ്യമായിട്ട്. അതാണ് എനിക്ക് പറയാനുള്ള ഒരു രോഗം. മെഡിസിൻ ഇത് റെസ്ക്യൂ റെമഡിയാണ്, ഫ്ലവർ റെമഡിയിലെ റെസ്ക്യൂ റെമഡിയാണ്. അതേപോലെ തന്നെ അക്കണൈറ്റും കൊടുത്ത് ഫസ്റ്റ് ഡോസ് അക്കണൈറ്റും കൊടുത്തു. ഓക്കെ, അക്കണൈറ്റ് ഒരു ഡോസ് കൊടുത്തു. അക്കണൈറ്റ് ഒരു ഡോസ്, അക്കണൈറ്റ് ഒരു ഡോസ്. റെസ്ക്യൂ റെമഡി കണ്ടിന്യൂസ് ആയിട്ട് ദിവസം 3-4 പ്രാവശ്യം വീതം കൊടുത്ത്, പിന്നെ പ്ലാസിബോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കാരണം. ഓക്കെ പീതാംബരൻ ഡോക്ടറെ, വളരെ സന്തോഷം. എന്തായാലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും? ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഓക്കെ സാറേ പറഞ്ഞോളൂ. ദിവസം ഞാൻ വീഡിയോ ചെയ്തതിലേ ആ വീഡിയോയുടെ ഇടയിൽ 2-3 വാക്ക് പിശകുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് തിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഒരു സ്ട്രോക്ക് ഉണ്ടായി കണ്ണൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ഒരു രോഗിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഒരു വളരെ പ്രായമുള്ള ആള്. അയാള് ആശുപത്രിയിൽ നിന്ന് അവർ ചികിത്സയായിട്ട് ചോദിച്ചത് 70,000 രൂപയാണ്. പക്ഷെ വീഡിയോയിൽ അത് 70 ലക്ഷം ആയിട്ടുണ്ട്. ദയവ് ചെയ്ത് അതൊന്ന് തിരുത്തണം. അതേപോലെ തന്നെ ആ ആശുപത്രിയിൽ നിന്ന് കണ്ണൂറുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് പറശ്ശിനിക്കടവ് ആശുപത്രി മെഡിക്കൽ കോളേജ് എന്നാണ്. അത് പറശ്ശിനിക്കടവല്ല, പരിയാരം മെഡിക്കൽ കോളേജാണ്. ഒരെണ്ണം കൂടിയുണ്ട്. ഡോക്ടർ പത്മനാഭന്റെ വീട്ടിൽ നിന്ന് 8-9 സെക്കൻഡ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് അല്ല, അത് മിനിറ്റ് ആണ്. അതൊന്ന് തിരുത്തണം, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ. വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലേ അങ്ങനെ തിരുത്താൻ പിന്നെ പാടാ സാറേ. എന്നാലും നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു. മാറ്റാനാണെങ്കിൽ പറ്റും. ആ ഭാഗം കട്ട് ചെയ്താലും വേണ്ടിയില്ല. അത് പക്ഷേ അപ്പൊ അത് ഇവർ ഡോക്ടർ അപ്പൊ അത് മുഴുവൻ കുത്തിയിരുന്ന് കണ്ട് അത് ഏതൊക്കെ സെക്കൻഡിലാണ്
എവിടെയൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ സാറേ അത് തുടക്കത്തിലാണോ, മധ്യഭാഗത്താണോ, ലാസ്റ്റ് ആണോ, അത് ഏകദേശം അതുകൂടെ ഒന്ന് പറഞ്ഞ് സാറ് ഇപ്പം രണ്ടാമത് നോക്കി കണ്ടുപിടിച്ച ഞാനത് വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് പറയാം. അപ്പൊ നമുക്ക് എന്തേലും അപ്പൊ ഹ്യൂബർട്ട് ഡോക്ടർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്തായാലും വളരെ സന്തോഷം. അത്യാവശ്യത്തിന് പീതാംബരൻ ഡോക്ടർ ഒരു എക്സ്പീരിയൻസുമായിട്ട് വന്നു. കുറുപ്പ് സാറ് നെറ്റ് പോയതാണ്, സാറിന്റെ നെറ്റ് പോയി, സാർ ഔട്ടായി. സാറിന് ഒരു എക്സർസൈസ് കൂടെ കാണിക്കണമെന്നുണ്ടായിരുന്നു ആങ്സൈറ്റിക്കുള്ള, അത് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അത് ഇനി ഒരു ക്ലാസ്സിൽ തീർച്ചയായിട്ടും സാർ അത് കാണിക്കും. അപ്പോ കുറുപ്പ് സാറിന് നല്ലൊരു ക്ലാസ് എടുത്ത കുറുപ്പ് സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. മറിയാമ്മ ഡോക്ടറെ ഇതിനകത്തില്ലല്ലോ അല്ലേ? സാറ് ഔട്ടായി പോയി, കാണുന്നില്ല. എന്തായാലും സാറ് വളരെ ആകാംക്ഷയോടെ എടുത്തൊരു ക്ലാസ് ആണ്. കേട്ടോ സാറേ? സാറ് ഫോണിലൂടെ കേട്ടോളും, പറഞ്ഞു. വളരെ താല്പര്യത്തോടെ ആകാംക്ഷയോടെ സാറ് ഇന്നത്തെ ക്ലാസ് എടുത്തത്. അവസാനത്തെ ഒരു ഭാഗം കൂടെ കിട്ടിയില്ല എന്നുള്ളൊരു ഇത് സാറ് നല്ല വിഷമം കാണുമെന്ന് നമുക്കറിയാം. എങ്കിലും ഇത്രയും താല്പര്യത്തോടെ ഇപ്പോഴും അതൊക്കെ ഷെയർ ചെയ്യണമെന്നുള്ള ആഗ്രഹവും എല്ലാം കാണിക്കുന്ന സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ഇത് പൂർത്തിയാക്കാൻ സഹായിച്ച പീതാംബരൻ ഡോക്ടർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള ഒത്തിരി കേസുകളുമായിട്ട് വരണമെന്ന് ഡോക്ടറോട് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി എത്തിയ മറിയാമ്മ ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ശ്രീധരൻ സാറ് പ്രത്യേകം പറഞ്ഞു ഷൈല ഡോക്ടർക്ക് പ്രത്യേകം ഒരു നന്ദി പറയുന്നത്. ആ സമയത്ത് തന്നെ മറിയാമ്മ ഡോക്ടർ അത് പറയുകയും ചെയ്തു. ശരി, വളരെ സന്തോഷം. അവയെല്ലാം നമ്മുടെ ഇന്നത്തെ സൂം വെബിനാർ നല്ല രീതിയിൽ അവസാനിച്ചു. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതേ സമയം നാളെ കാണുമ്പോഴേക്കും ബൈ.